വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന പ്രിവെന്റീവ് മെഡിസിൻസിന്റെ കമ്മ്യൂണിക്കബിൾ ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. ഇതിൽ കുറേ അസുഖങ്ങൾ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. എന്നാൽ തന്നെ നിങ്ങൾ കുറച്ച് അസുഖങ്ങൾക്ക് കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ട ആവശ്യമുണ്ട്. അത് നിങ്ങൾക്ക് എക്സാമിന് എപ്പോഴും ഉപകാരം വരുന്നതാണ്. കമ്മ്യൂണിക്കബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എങ്ങനെയൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാം. സോ ഡയറക്റ്റ് കോൺടാക്ട്, ഇൻഡയറക്റ്റ് കോൺടാക്ട്, അതായത് സ്നീസിങ്, ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ, ഇതൊക്കെ വഴി നമുക്ക് പകരാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുകയും നിങ്ങൾക്ക് ജലദോഷമുണ്ട്, എങ്ങനെയൊക്കെ പകരാം? ഒരാളിൽ നിന്ന് ചുമയ്ക്കുന്നതിലോ തുമ്മുന്നതിലോ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് വഴിയിട്ടൊക്കെ എന്ത് ചെയ്യും, ഇത് നമുക്ക് സംഭവിക്കാറുണ്ട്. ഇനി ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ നമുക്ക് മറ്റൊരാൾക്ക് ബാധിക്കാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഐസൊലേഷൻ ചെയ്യാം, പിന്നെ മാസ്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതർ പ്രിവെന്റീവ് മെത്തേഡ്സുകൾ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, ഈ സമയത്ത് എന്തൊക്കെ ചെയ്യണം? കമ്മ്യൂണിക്കബിൾ ആണെങ്കിൽ ഉറപ്പായിട്ട് ഇപ്പോൾ വൈറലാണെങ്കിൽ ആന്റിവൈറൽ ഡ്രഗ്സ് എടുക്കുക. ഇത് നമുക്ക് എഴുതാം കേട്ടോ, ആന്റിവൈറൽ ഡ്രഗ്സ് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അല്ലാതെ ബാക്ടീരിയൽ ആണെങ്കിൽ അങ്ങനെ എന്താണോ ഉള്ളതനുസരിച്ച് കൊടുക്കാൻ പറ്റും. ഇത്രയും കാര്യം കോമൺ ആയിട്ടുള്ളതാണ്, നമുക്കറിയുന്ന കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ മിക്കവാറും കമ്മ്യൂണിക്കബിൾ ഡിസീസിനൊക്കെ ആണെങ്കിൽ ദേഹം വേദന, അങ്ങനെ ചുമ, ഛർദി അതൊക്കെ ഉണ്ടായിരിക്കും, ക്ഷീണമൊക്കെ ഉണ്ടായിരിക്കും. ഇതൊക്കെ നോർമലി കമ്മ്യൂണിക്കബിൾ ഡിസീസിന് കോമൺലി കാണുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് പോയിന്റ്സ് ആണ്. അവിടെ എത്തുമ്പോൾ നിങ്ങൾ വിചാരിക്കുക യൂറ്റർ നോട്ട് മതിയോ, അങ്ങനെയല്ല. സോ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് കോളറയാണ്. കോസൈറ്റി ഏജന്റ് വിബ്രിയോ കോളറയാണ്. ആൻഡ് ട്രാൻസ്മിഷൻ പറയുകയാണെങ്കിൽ ഫീസൽ, ഓറൽ റൂട്ട്, കണ്ടാമിനേറ്റ് വാട്ടർ, ഫുഡ്, റെയർലി സ്പ്രെഡ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. അപ്പോൾ ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് റെയർലി ആണ് പകരുന്നെങ്കിൽ പോലും നമ്മുടെ ഈ ഫീസസും അല്ലെങ്കിൽ ഓറൽ ടു ഓറൽ കോൺടാക്ട് വഴിയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നു എന്നുള്ളതാണ്. സോ കണ്ടാമിനേറ്റ് വാട്ടർ വഴിയൊക്കെയാണ് പോകുന്നത്. ഇപ്പോൾ ബേസിക്കലി ഇപ്പം കുളത്തിലൊക്കെ കുളിക്കാൻ പോകാറില്ലേ, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെയാണ് ഇങ്ങനത്തെയൊക്കെ കൂടുതൽ ഈ കോളറ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതൽ. ഇൻക്യുബേഷൻ 2 hours to 5 days ആണ്. സോ സയൻസ് ഡീഹൈഡ്രേഷൻ ഉണ്ടാകും. കുഞ്ഞു കുട്ടികളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ വന്നാൽ അവർ മരിച്ചു പോകുന്ന മിക്കവാറൊക്കെ ഉണ്ടാവാൻ ചാൻസ്. വോമിറ്റിംഗ്, സ്കിൻ്റെ എലാസ്റ്റിക് കുറയും, സ്പ്രൂസ് ആയിട്ട് പോവും, നൗഷ്യ, മസിൽ ക്രാമ്പ് ഉണ്ടാവും, ഹൈപ്പോ ടെൻഷൻ ഉണ്ടാവും, കാർഡിയോവാസ്കുലർ ഷോക്ക് ഉണ്ടാവും. സോ പ്രിവെൻഷൻ എന്ന് വെച്ചാൽ അൺസേഫ് ആയിട്ടുള്ള വെള്ളം കുടിക്കരുത്, വെള്ളം തിളപ്പിച്ചാറ്റി മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. ആൻഡ് ബോട്ടിൽ അല്ലെങ്കിൽ ക്യാൻഡ് ബിവറേജസ് വെള്ളം ഉപയോഗിക്കുക. വാക്സിനേഷൻ കൊടുക്കുക. ഇപ്പോൾ എൻഡമിക് റീജിയനിലേക്കൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നമുള്ള റീജിയനിലേക്കൊക്കെ പോവുകയാണെങ്കിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുക. ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി ORS ഉപയോഗിക്കുക. IV ഫ്ലൂയിഡ്സ് ആൻഡ് ആന്റിബയോട്ടിക്സ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ആഫ്രിക്ക പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ കോളറയൊക്കെ വന്ന ആൾക്കാർ ഒരുപാട് മരിക്കാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൂടുതലും അവർക്ക് നോർമൽ പ്രോപ്പർ സാനിറ്റൈസേഷൻ ഒന്നും ഇല്ല കേട്ടോ. അവർക്ക് ഇങ്ങനെ ടോയ്ലറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല, എങ്ങനെയെങ്കിലുമൊക്കെ പോകുന്നവരായിരുന്നു. അങ്ങനെ അത് പോണ്ടിലൊക്കെ ഇങ്ങനെ ഫീസസ് ഒക്കെ ആയിട്ട് ഒരുപാട് പേർക്ക് കോളറ വരികയും പിന്നെ അങ്ങനെ ഒരുപാട് അത് ഒഴിവാക്കി കേട്ടോ. ഇപ്പോൾ ആഫ്രിക്കയൊന്നും ഇല്ല. ആൻഡ് കോളർ എലമെന്റ്സുകളുണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. സോ പ്രിവെൻഷൻ പറയുവാണെങ്കിൽ സേവ് വാട്ടർ ആക്സസ്, സാനിറ്റൈസേഷൻ, ഹൈജീൻ എഡ്യൂക്കേഷൻ. പ്രിപ്പറേഷൻ ആണെങ്കിൽ ഹെൽത്ത് പേഴ്സണൽസിനെ അറിയാനും ഡിറ്റക്ട് ചെയ്യാനും ട്രീറ്റ്മെന്റിനും വേണ്ടി അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. റെസ്പോൺസ് പറയുവാണെങ്കിൽ എയർലി ഡിറ്റക്ഷൻ ആണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം കേട്ടോ. മാനേജ്മെന്റും അത്യാവശ്യമാണ്. സർവിലൻസ് പറയുവാണെങ്കിൽ റുട്ടീൻ ഡേറ്റ കളക്ഷൻ ആവശ്യമാണ്. ഒരിക്കൽ ഒരു ഔട്ട് ബ്രേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് വീണ്ടും ചോദിക്കാം, വേറെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ കാണുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. എളുപ്പമാണ്. സോ WHO കോളറയുടെ ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. ഡയഗ്നോസിസ് കൺഫർമേഷൻ, നമ്മൾ ഡയഗ്നോസിസ് കൺഫേം ചെയ്യണം, നോട്ടിഫിക്കേഷൻ ചെയ്യണം. അത് നമുക്ക് ബേസിക്കലി WHOനെയും ചെയ്യേണ്ടി വരും. അതായത് നമുക്ക് അതോറിറ്റീസ് ഉണ്ടാവുമല്ലോ. എയർലി കേസ് ഐഡന്റിഫിക്കേഷൻ, ട്രീറ്റ്മെന്റ് സെന്റേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, പിന്നെ ORS IV ഫ്ലൂയിഡ്സ് കൊടുക്കുക. സാനിറ്റൈസേഷൻ മെത്തേഡ് ആണെങ്കിൽ വാട്ടർ കൺട്രോൾ ഉറപ്പായിട്ടും നോക്കണം, ഫുഡ് സാനിറ്റൈസേഷൻ, ഹൈജീൻ നോക്കണം, ആൻഡ് ഡിസ്ഇൻഫെക്റ്റൻസും പ്രോപ്പർ ആയിരിക്കണം. വാക്സിനേഷൻ ആണെങ്കിൽ ഓറൽ വാക്സിൻസ് ആണ്, ഡുക്കോറോൾ, ഷാൻകോൾ ആൻഡ് MOR/C വാക്സ് ആണ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണെങ്കിൽ എങ്ങനെ പ്രോപ്പറായിട്ട് കൈ കഴുകണം, സേഫ് ഫുഡ് എങ്ങനെയാണ്, വാട്ടർ പ്രാക്ടീസ് എങ്ങനെയാണ് എന്നുള്ളതായിരിക്കണം. നെക്സ്റ്റ് വൺ സാസ് ആണ്, സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം ആണ്. സാസ് കോവിഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ കോസൈറ്റി ഏജന്റ് ആണ്, കൊറോണ വൈറസ് ആണ്. നിങ്ങൾക്ക് അറിയാം ട്രാൻസ്മിഷൻ എങ്ങനെയാണ്. ഡ്രോപ്ലെറ്റ് ഉണ്ട്, കണ്ടാമിനേറ്റഡ് ആൻഡ് എയറോസോൾ ജനറേറ്റ് പ്രൊസീജിയേഴ്സ് ഇൻ ഹോസ്പിറ്റൽ. അതായത് ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ ചില ഹോസ്പിറ്റലൊക്കെ ഈ നമ്മുടെ ഇതില്ലേ ഓക്സിജൻ വാൽവൊക്കെ ഒരാൾക്ക് ഉപയോഗിച്ച് തന്നെ 2-3 പേരൊക്കെ ഉപയോഗിക്കാം. മിക്കവാറും അതുവഴിയൊക്കെ കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. ഇൻക്യുബേഷൻ 2 to 7 days ആണ്. കോമൺലി 3 മുതൽ 5 ദിവസത്തിനുള്ളിൽ തന്നെ സംഭവം പുറത്ത് വരും. റിസർവോർ ബാറ്റ് ഡിസീസ് ഓഫ് സീവേറ്റ് കാറ്റ്സ് ആണ്. സോ സിംറ്റം പറയുവാണെങ്കിൽ ഫീവർ, മലേസ്, എല്ലാവർക്കും അറിയാം കോവിഡ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലേ. കഫ്, സോർ ത്രോട്ട്, റണ്ണിങ് നോസ് ഒക്കെയാണ്. അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഒക്കെ ഉണ്ടാകും. പ്രിവെൻഷൻ കൺട്രോൾ എന്ന് വെച്ചാൽ നമ്മൾ ഐസൊലേറ്റ് ചെയ്യുക, ഹെൽത്ത് വർക്കേഴ്സിന്റെ പ്രൊട്ടക്ഷൻ, ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുക, ഹൈജീൻ, മാസ്ക്, പ്രോപ്പർ വെന്റിലേഷൻ, പിന്നെ ഇന്റർനാഷണൽ ട്രാവൽ സ്ക്രീനിങ് ചെയ്യേണ്ട അത്യാവശ്യമാണ്.
ടൈംലി ആക്യുറേറ്റ് റിപ്പോർട്ടിംഗ് ചെയ്യുക. ഡയഗ്നോസിസ് RT-PCR, ELISA, ഇമ്മ്യൂണോഫ്ലൂറോസൻ അസേ അല്ലെങ്കിൽ IFA എന്ന് എഴുതിയാലും മതിയാകും. വൈറസ് കൾച്ചർ ചെയ്യാം. നമുക്ക് കയ്യിൽ സംഭവം കിട്ടുമ്പോൾ കൾച്ചർ നമുക്ക് ഫസ്റ്റ് നമ്മൾ കൾച്ചറാണ് ചെയ്യുന്നത്. കൾച്ചർ ചെയ്ത് ഒരു 4-5 ദിവസം കഴിഞ്ഞ് നമുക്ക് റിസൾട്ട് വരുള്ളൂ. ഈവൻ എനിക്കൊണ്ട് 1 വീക്കോളം പിടിക്കുമായിരുന്നു പണ്ടൊക്കെ ചെയ്യുമ്പോൾ. കാര്യം RT-PCR, ELISA ഒന്നും നമുക്ക് അത്ര അന്ന് ഫീസിബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കൾച്ചറൊക്കെ ചെയ്ത് കൾച്ചർ ചെയ്യാൻ തന്നെ വേണം ഒരു 4 ദിവസം അല്ലേ. അത് കഴിഞ്ഞ് റിപ്പോർട്ടൊക്കെ അറിയാനായിട്ട് ഭയങ്കര പാടായിരുന്നു. ആദ്യമൊക്കെ നമ്മൾ മുംബൈയിലൊക്കെ അയച്ചിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ ഈസ് ഇബോളയും കോളറ പോലൊരു സംഭവം തന്നെയാണ്. ആഫ്രിക്കയാണ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തത് കേട്ടോ. ഇന്ത്യയിൽ അൺടച്ച് ആയെങ്കിലും ഉണ്ടായിരുന്നു കേട്ടോ, അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. സോ ഇബോള വൈറസ് ആണ്. ഇൻക്യുബേഷൻ 2 to 21 days ആണ്. കോൺടാക്ട് വിത്ത് ബോഡി ഫ്ലൂയിഡ്സ് ഇൻഫെക്റ്റഡ് ആനിമൽസ് ആണ്. ഇപ്പം ചിമ്പാൻസി, ഗൊറില്ല, ഫ്രൂട്ട് ബാറ്റ് ഒക്കെ വഴി നമുക്ക് കിട്ടാറുണ്ടായിരുന്നു. കോസ് ഫീറ്റാലിറ്റി റേറ്റ് 50%. വന്നു കഴിഞ്ഞാൽ മരിക്കും എന്നുള്ളതിൽ ഒരു 90% ഉറപ്പാണെന്നുള്ളൊരു കണ്ടീഷൻ ആണ് ഇപ്പോൾ എന്ന് വെച്ചാൽ. ഫീവർ, ഫെറ്റിക്, മസിൽ പെയിൻ, ഹെഡ് ഏക്ക്, സോർ ത്രോട്ട്, വൊമിറ്റിംഗ്, ഡയറിയ, അബ്ഡോമിനൽ പെയിൻ ആൻഡ് അൺഎക്സ്പെക്ടഡ് ഹെമറേജ്, ബ്ലീഡിംഗ്, ബ്രൂസിങ്. പെട്ടെന്ന് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ട്. നമുക്ക് അറിയാൻ പറ്റില്ല എങ്ങനെയാ എത്രത്തോളം ഉണ്ടാവും, എങ്ങനെ ഉണ്ടെന്ന് പറയാനൊന്നും പറ്റില്ല. പ്രിവെൻഷൻ പറയുവാണെങ്കിൽ ആനിമൽസ് ആയിട്ട് ഇൻഫെക്റ്റ് ആനിമൽസിൽ നിന്ന് അവോയ്ഡ് ചെയ്യാം. മിക്കവാറും ഒക്കെ ഈ ആഫ്രിക്കയിലൊക്കെ ബാറ്റിനൊക്കെ അവർ കഴിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് അവർക്ക് അത് പണി കിട്ടിയത്. ബറിയൽ പ്രാക്ടീസ് അറിയാമല്ലോ. അത് ഈ ഡെഡ് ബോഡീസ് ഒക്കെ ഒരു ബറി ചെയ്യുമല്ലോ, അല്ലെങ്കിൽ നമ്മൾ കുഴിച്ചിടുമല്ലോ, അതൊക്കെ നമുക്ക് പ്രോപ്പർ ആയിരിക്കണം. പിന്നെ വാക്സിനേഷൻ ഉണ്ട് കേട്ടോ. എബോളയ്ക്ക് നമുക്ക് വാക്സിനേഷൻ ഉണ്ട്. ഡയഗ്നോസ് സെയിം ആണ്. ELISA, RT-PCR, ആന്റിജൻ ഡിറ്റക്ഷൻ, ഇലക്ട്രോ മൈക്രോസ്കോപ്പി ആണ്. സോ ഇത് നിങ്ങൾക്ക് ഇച്ചിരി കൂടെ എലാബറേറ്റ് എഴുതാം. എവിടെ കോവിഡിൽ നിന്ന് നമുക്ക് നോക്കി കുറച്ചൊക്കെ ഇങ്ങോട്ട് എഴുതാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ ഇസ് ഇൻഫ്ലുവൻസ ആണ്. ഇൻഫ്ലുവൻസ പല ടൈപ്പിലുണ്ട്. ഇൻഫ്ലുവൻസ A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. ഇൻക്യുബേഷൻ 1 to 4 days ആണ്. ട്രാൻസ്മിഷൻ, ഡയറക്ട് ട്രാൻസ്മിഷൻ ഇൻറ്റു മ്യൂക്കോസൽ മെംബ്രെയിൻ. സോ ഇൻഡയറക്ട് ട്രാൻസ്മിഷൻ ഉണ്ട്. എയർബോൺ ഡ്രോപ്ലെറ്റ് ഉണ്ട്. കണ്ടാമിനേറ്റ് സർഫസ്, അത് എവിടെ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങളടുത്ത് പിടിച്ചു, തുമ്മിയിട്ട് പിടിച്ചാൽ പോലും അവിടെ ഇൻഫ്ലുവൻസയുടെ വൈറസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അത് പിന്നെ പണി കിട്ടും. ഫീവർ, ചില്ല്, ബോഡി ഏക്ക്, കഫ്, സോർ ത്രോട്ട്, റണ്ണിങ് നോസ്, ഷോർട്ട്നെസ് ഓഫ് ബ്രീത്തിങ്, കൺഫ്യൂഷൻ. സിവിയർ കേസിൽ ബ്രീത്തിങ് ഒന്നും കിട്ടില്ല, ഭയങ്കരമായിട്ട് ശ്വാസം കിട്ടാണ്ടാണ് മരിച്ചു പോവുക. പിന്നെ ഇൻഫ്ലുവൻസ സീസണിലാണ് കേട്ടോ. ഇതിലെല്ലാം സീസണിലാണ്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇന്ത്യയിൽ അത്ര ഇൻഫ്ലുവൻസ ഇല്ല, കുറവാണ്. പക്ഷെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സീനാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ഇൻഫ്ലുവൻസ് വന്നാണ് മിക്കവാറും ആൾക്കാരും കുഞ്ഞുങ്ങളൊക്കെ മരിക്കേണ്ടാവാം. സോ സേഫ് ഡിസ്റ്റൻസ് വെക്കുക, ക്രൗഡ് പോകാണ്ടിരിക്കുക, വായു മൂഖമൊക്കെ അടച്ചു വെക്കുക, പിന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക, നല്ല വെള്ളം കുടിക്കുക, പിന്നെ ഫ്ലൂയിഡ് നന്നായിട്ട് കഴിക്കുക. പിന്നെ ഇനാക്ടിവേറ്റ് സബ് യൂണിറ്റ്സ് TIV, അതാണ് ഫസ്റ്റ് വാക്സിനേഷൻ. പിന്നെ ലൈവ് അറ്റുനേറ്റ് LAIV ഉണ്ട്. ആൻഡ് ആന്റിവൈറൽ ഡ്രഗ്സുകളുണ്ട്, അമെൻഡഡിൻ. സോ ബേസിക്കലി വാക്സിനേഷൻ ആണ്. നമുക്ക് ഓൾറെഡി കുഞ്ഞിലൊക്കെ വാക്സിനേഷൻ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടായിരിക്കും എന്തായാലും അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. സോ ഭയങ്കര എളുപ്പമാണ്, അതൊന്നുമില്ല, കമ്മ്യൂണിക്കബിൾ ആണ്. അപ്പൊ അതനുസരിച്ച് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ജനറൽ ഫോം എഴുതണം. ഞാൻ കമ്മ്യൂണിക്കബിൾ ഡിസീസിന് കാണുന്ന പ്രോപ്പർ ആയിട്ടുള്ള ജനറൽ ഫോമായിട്ട് ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾ അതും കൂടെ നോക്കുക. അതും കൂടെ നോക്കിയിട്ട് വേണം ഇത് എക്സ്ട്രാ എഴുതാനായിട്ട് നിങ്ങൾക്ക് പറ്റും കേട്ടോ. നമ്മൾ പറയാൻ പോകുന്ന അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ARI ആണ്. സോ നമ്മുടെ സാസ് കോവിഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എഴുതാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കുറെ എഴുതാൻ പറ്റും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇന്റർലിങ്ക് എഴുതാൻ പറ്റും. സോ നോസും ട്രക്കിയും ലങ്സും ആണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. ഈ അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ തന്നെ 2 തരത്തിലുണ്ട് കേട്ടോ. അത് അപ്പറും ഉണ്ട്, ലോവറും ഉണ്ട്. അപ്പർ ആണെങ്കിൽ നോസും ത്രോട്ടും സൈനസും, ലോവർ ആണെങ്കിൽ ബ്രോങ്ക്യൂൾസും ആൽവിയോളയാണ് ബാധിക്കുന്നത്. ഇത് മറന്നു പോകരുത്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പോകരുത്. ആൻഡ് കോസേറ്റീവ് ഏജന്റ് പറയുവാണെങ്കിൽ ബോഡല്ല പ്രിട്ടോസിസ്, C ഡിഫ്തീരിയ, H ഇൻഫ്ലുവൻസ. കണ്ടോ, അപ്പം ഈ ഇൻഫ്ലുവൻസയ്ക്കൊക്കെ നമുക്ക് ഈ സെയിം സാധനം എഴുതാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് മറന്നു പോകരുത്. വൈറലാണെങ്കിൽ അഡിനോ വൈറസ്, റൈനോ വൈറസ്, ഇൻഫ്ലുവൻസ വൈറസ്, കൊറോണ വൈറസ്, അതിനും ഇത് എഴുതാൻ പറ്റും. അപ്പം രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്ത് എഴുതാനായിട്ട് മറന്നു പോകരുത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കോമൺ ആണ്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എയർബോൺ ഡ്രോപ്ലെറ്റ്സും ഡിറക്റ്റും ആണുള്ളത്. അപ്പർ ആണെങ്കിൽ കോമൺ കോൾഡ്, ഹെഡ് ഏക്ക്, സോർ ത്രോട്ട്, സ്നീസിങ്, മസിലേക്ക് ആണ് കൂടുതൽ ഉണ്ടാവുക. ലോവർ ആണെങ്കിൽ സിവിയർ കഫ്, ബ്രെത്ത്നെസ്, ചെസ്റ്റ് ടൈറ്റ്നസ് ഉണ്ടാവും. പ്രിവെൻഷനും കൺട്രോളും നമ്മൾ സെയിം പഠിച്ചത് തന്നെ. വീട്ടിലിരിക്കുക, ചുമയ്ക്കുമ്പോൾ മൂക്കും ഇതും വായും പൊത്തി വെക്കുക. ഡയഗ്നോസ് ത്രോട്ട് സോബ് ചെയ്യാം, എക്സ്റേ ചെയ്യാം, CT സ്കാൻ ചെയ്യാം. പിന്നെ ആന്റിബയോട്ടിക്സ്, ഇപ്പോൾ ബാക്ടീരിയലാണെങ്കിൽ ആന്റിബയോട്ടിക്സ്, വൈറലാണെങ്കിൽ ആന്റിവൈറൽ ഡ്രഗ്സ് നമുക്ക് കൊടുക്കാന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഇസ് മലേറിയ ആണ്. ഇവിടെ ഇന്റർമിറ്റന്റ് ആൻഡ് റിമിറ്റന്റ് ഫീവർ കോസ് ബൈ പ്രോട്ടോസോൻ പാരസൈറ്റ് ഇൻവേർട്ടിംഗ് RBC ട്രാൻസ്മിഷൻ ബൈ മൊസ്കിറ്റോ. സോ ഇവിടെ നിങ്ങൾ മലേറിയയുടെ ട്രാൻസ്മിഷൻ ഒന്ന് പഠിച്ചിരിക്കണം. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ 10 മാർക്കിന് ചോദിക്കുവാണെങ്കിൽ അത് ഫുൾ എഴുതേണ്ടി വരും. സോ മലേറിയ ട്രാൻസ്മിഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. സോ ഞാൻ നോട്ട് ഇട്ടേക്കാം, നിങ്ങൾ നോട്ട് നോക്കി പഠിച്ചോളാം. സോ പ്രോട്ടോസോൻ പാരസൈറ്റ്സ് നമ്മുടെ RBC പോയിട്ട് അറിയില്ല, ലിവറിൽ ചെന്ന് RBC ലൊക്കേറ്റ് ചെയ്ത് റപ്ചറായി അവിടെ നിന്ന് പിന്നെ അതിന്റെ
ഗെമേറ്റ്സ് ഉണ്ടായി, പിന്നെ വീണ്ടും അത് ഫെർട്ടിലൈസ് ചെയ്യുന്നത്, അത് ഹ്യൂമനെ ഒരു ഹോസ്റ്റായിട്ട് യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ അത് മുമ്പോട്ട് റീപ്രൊഡക്ഷൻ നടത്തുന്ന രീതിയാണ്. അസെക്ഷലും ഉണ്ട്, സെക്ഷലും ഉണ്ട്. സോ അസെക്ഷൽ ആണെങ്കിൽ ഇതും, സെക്ഷൽ ആണെങ്കിൽ ബോഡിയിലും അങ്ങനെയാണ് നടക്കുന്നത്. പ്രോസസ്സ് നിങ്ങൾക്ക് അറിയാലോ അല്ലേ. സോ നെക്സ്റ്റ് കൊസൈറ്റീവ് ബൈ പ്ലാസ്മോഡിയം സ്പീഷീസ് ആണ്. ഫാൽസിപ്പാരം, വൈവാക്സ്, ഒവേലെ, മലേറിയ. ഭയങ്കര എളുപ്പമാണ് ഈ പേര് പഠിക്കാൻ വേണ്ടി. ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണ് പകർത്തുന്നത്. സോ മൊസ്കിറ്റോ ബൈറ്റ്, ട്രാൻസ്ഫ്യൂഷൻ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, പിന്നെ മദർ ടു ചൈൽഡ് ഒക്കെയാണ് കൂടുതലായി ട്രാൻസ്മിറ്റ് ആവുന്നത്. ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന ബ്ലഡ് സ്മിയറും RBT, റാപ്പിഡ് ഡയഗ്നോസ് ടെസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. കോംപ്ലിക്കേഷൻ ഉണ്ടാവും, ബ്രെത്ത് പ്രോബ്ലം ഉണ്ടാവും, ലിവർ ഫെയിലർ, ലിവറിനാണ് ബാധിക്കുന്നത്, ലിവർ ഫെയിലർ ഉണ്ടാവും, ജോണ്ടിസ് ഉണ്ടാവും, ഷോക്ക്, ഡീഹൈഡ്രേഷൻ, സ്പ്ലെനിക് റപ്ചർ ഒക്കെ ഉണ്ടാവും കേട്ടോ. കാര്യം ഇതെല്ലാം നമ്മളെ നല്ലപോലെ ബാധിക്കുന്നതാണ് മലേറിയ. മറന്നു പോകരുത്, മറ്റത് പഠിക്കണം കേട്ടോ. എന്തെങ്കിലും പ്രോസസ്സ് പഠിക്കണം, ഞാൻ ഇട്ടേക്കാം കേട്ടോ. സോ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പറയുവാണെങ്കിൽ ഇൻസെക്ടിസൈഡ് ട്രീറ്റ്മെന്റ്, നെറ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പ്രൊട്ടക്റ്റീവ് ക്ലോത്ത്സ്, ഫുൾ കൈയിടുക എന്നുള്ളതാണ്. ആൻഡ് ഇൻസെന്റ് റെപ്പലന്റ് ഉപയോഗിക്കാം. ട്രീറ്റ്മെന്റ് പറയുവാണെങ്കിൽ ACTS ആണ്. അത് ആർട്ടിമിനിസിക് ബേസിക് കോമ്പിനേഷൻ തെറാപ്പിയാണ്. ക്ലോറോക്വിൻ അറിയില്ല, നിങ്ങൾ ക്ലോറോക്വിൻ പഠിച്ചിട്ടുണ്ടായിരിക്കും. ക്ലോറോക്വിൻ ഒക്കെയാണ് അതിൽ ആഡ് ആയിട്ടുള്ളത്. ഇനി ക്ലോറോക്വിൻ റെസിസ്റ്റന്റ് ആവുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പൊ ചില സ്ട്രെയിനുകളിൽ ക്ലോറോക്വിൻ റെസിസ്റ്റന്റ് ആണ് എന്നുണ്ടെങ്കിൽ ആർട്ടിമിത്തർ, ലുമിഫാൻഡറിൻ ആൻഡ് വേറെ ഉണ്ട് ആർട്ടിസുനൈറ്റ്, മെഫ്ലോക്വിൻ ആണ്. ഇതിന്റെ പേരൊക്കെ പഠിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ എക്സാം കഴിയും. അതാണ് ഇതിന്റെ അവസ്ഥ. സോ നെക്സ്റ്റ് വൺ ഈസ് ചിക്കൻ ഗുനിയ. സോ പണ്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു ചിക്കൻ എടുക്കാൻ വേണ്ടി കുനിഞ്ഞപ്പോൾ കിട്ടിയതാണ് ചിക്കൻ ഗുനിക. നമ്മുടെയൊക്കെ 8ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും ഒക്കെ ഭയങ്കര സിഗ്ന ചിക്കൻ ഗുനിക. വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. RNA വൈറസ് ആണ്, അൽഫ വൈറസ് ജനസ് ആണ് വരിക. ടൊഗ വിറഡിയ ഫാമിലി ആണ്. ആദ്യമായി ഐസൊലേറ്റ് 1953 ടാൻസാനിയയിലാണ് ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ട്രാൻസ്മിറ്റ് ബൈ അഡിനിസ് ഈജിപ്റ്റി ആൻഡ് ഏഡിസ് അൽബോപിക്ടസ് മൊസ്കിറ്റോ. സോ ഏഡിസോ അല്ലെങ്കിൽ അഡീസോ എന്തെങ്കിലും പറഞ്ഞോളൂ, ഏഡിസ് ആണ്, ഏഡിസ് മൊസ്കിറ്റോസ് ആണ്. സോ സയൻസ് ആൻഡ് സിംറ്റം പറയുവാണെങ്കിൽ 40 ഡിഗ്രി ഹൈ ഫീവർ ആയിരിക്കും, ഭയങ്കര പനി, വിറയലൊക്കെ ഉണ്ടാവും, ഭയങ്കര ജോയിന്റ് പെയിനും സ്വെല്ലിങ്ങും ഒക്കെ ഉണ്ടായിരിക്കും, റാഷസ് ഒക്കെ ഉണ്ടായിരിക്കും. പ്രിവെൻഷൻ പറയുവാണെങ്കിൽ ഇൻസെക്ട് റിപ്പലന്റ് യൂസ് ചെയ്യുക, പ്രൊട്ടക്റ്റീവ് ക്ലോത്ത്സ്, വിൻഡോ ഒക്കെ കവർ ചെയ്യുക എന്നുള്ളതാണ്. ഡയഗ്നോസ്റ്റിക്സ് ELISA, RT-PCR ആണ്. ട്രീറ്റ്മെന്റ് പറയുവാണെങ്കിൽ സിംറ്റമാറ്റിക് ആണ്. നിങ്ങൾക്ക് വേദന ഉണ്ടെങ്കിൽ വേദനയ്ക്കുള്ളത്, പനിക്കുണ്ടെങ്കിൽ പനിക്ക്, വെള്ളമാണെങ്കിൽ ഹൈഡ്രേഷൻ കൊടുക്കുക, അങ്ങനെയുള്ള പരിപാടി മാത്രം നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് വാക്സിൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഡെങ്കു ആണെങ്കിൽ ഡെങ്കു വൈറസിന് പലതരമുണ്ട്. ഡെങ്കു V1, 2, 3, 4 എന്നുള്ള രീതിയിലുണ്ട്. എല്ലാം ഫ്ലാവിറിഡൈൻ ഫാമിലിയാണ്. സോ ട്രാൻസ്മിറ്റ് ബൈ ഈഡിസ് ഈജിപ്റ്റി മൊസ്കിറ്റോ തന്നെയാണ്. ഹൈ ഫീവർ ആയിരിക്കും, ഹെഡ് ഏക്ക്, കണ്ണ് ഭയങ്കര വേദന, കണ്ണിന്റെ ബാക്കൊക്കെ ഭയങ്കര വേണ്ട തോന്നും, മസിൽ ജോയിന്റ് പെയിൻ ഉണ്ടാവും, ഫെറ്റീഗ്, സോർ ത്രോട്ടൊക്കെ ഉണ്ടായിരിക്കും. കോംപ്ലിക്കേഷൻ പറയുകയാണെങ്കിൽ ബ്രെയിൻ ഡാമേജും ലിവർ ഫെയിലറും ഭയങ്കര സംഭവമാണ്. അവസാനം ഡെത്തൊക്കെ പോകും, സീഷറൊക്കെ വരും കേട്ടോ. ബ്രെയിൻ ഡാമേജ് വന്നു കഴിഞ്ഞാൽ സംഭവിക്കുക, സീഷറൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഡയഗ്നോസ്റ്റിക് ആണെങ്കിൽ CBC ചെയ്യണം, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ചെയ്യണം. IgM ടെസ്റ്റ് ഉണ്ട് ഡെങ്കുവിന് വേണ്ടി, വൈറൽ ആന്റിജൻ ടെസ്റ്റ് ഉണ്ട്. പ്രിവെൻഷൻ സെയിം തന്നെ, നമ്മൾ ബ്രീഡിംഗ് ഒഴിവാക്കുക, വെള്ളം കെട്ടിക്കിടക്കുന്ന ഒഴിവാക്കുക, ആന്റിവൈറൽ ട്രീറ്റ്മെന്റ് കൊടുക്കുക, മൊസ്കിൻ റിപ്പലന്റ് ഉപയോഗിക്കുക, നെറ്റ്സുകൾ യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് ലിംഫാറ്റിക് ഫിലാരിയാസിസ്, അതായത് എലിഫന്റിയാസിസ് എന്നാണ് പറയുക, കാല് വീർക്കില്ല, ആ ഒരു പരിപാടിയാണ്. ഇതിനെല്ലാം മൊസ്കിറ്റോയുടെ സെയിം സാധനം എടുത്തുകൊള്ളു കേട്ടോ. ഞാൻ ഈ മൊസ്കിറ്റോയുമായി ബന്ധപ്പെടുന്ന ജനറൽ ഞാൻ ആഡ് ചെയ്തിരിക്കാം. സോ വുഖേറിയ ബാങ്ക്രോഫ്റ്റി 95% ഇത് ഈ ഒരു മൊസ്കിറ്റോ കാരണമാണ്. പിന്നെ ബ്രുഗിയ മലയ്യ, ബ്രുഗിയ ടിമോറി ഒക്കെ ഉണ്ട്. സോ മൊസ്കിറ്റോ ബൈ ക്യൂലക്സ് അനോഫിലസ് ഈഡിസ്, ക്യൂലക്സ് ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക കേട്ടോ, മൊസ്കിറ്റോ ഏറ്റവും കൂടുതൽ പകർത്തുന്നത്. സിംറ്റം പറയുവാണെങ്കിൽ ഭയങ്കരമായിട്ട് കാല് സ്വെല്ല് ചെയ്യുക, ലിംഫ് ഡക്റ്റ് ബ്ലോക്കായി പോവുക, പിന്നെ തിക്കനിങ് ആവുക, ഫെബ്രോട്ടിക് സ്കിന്നൊക്കെ, പിന്നെ സ്കിന്ന് അൾസറേഷൻ ഉണ്ടാവുക, അതൊക്കെയാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. പ്രിവെൻഷൻ പറയുവാണെങ്കിൽ മൊസ്കിറ്റോ കൺട്രോൾ ആണ്. ഇതെല്ലാം സെയിം ആണ് കണ്ടോ, എല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതാൻ പറ്റും. അപ്പോൾ ഈ മൊസ്കിറ്റോയുമായി ബന്ധപ്പെട്ട എല്ലാ സംഭവത്തിൻ്റെ എന്ത് ചെയ്യാം, ഞാൻ പ്രോപ്പർ ആയിട്ടുള്ളതിൻ്റെ ഞാൻ കൊടുത്തേക്കാം, ഒരു ജനറൽ ഫോർമാറ്റ് ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾ അത് തന്നെ നോക്കിയാൽ മാത്രം മതിയായിരിക്കും. നമ്മൾ പറയാൻ പോകുന്ന അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ARI ആണ്. സോ നമ്മുടെ സാസ് കോവിഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എഴുതാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കുറേ എഴുതാൻ പറ്റും കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇന്റർലിങ്ക് എഴുതാൻ പറ്റും. സോ നോസും ട്രക്കിയും ലങ്സും ആണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. ഈ അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ തന്നെ 2 തരത്തിലുണ്ട് കേട്ടോ. അത് അപ്പറും ഉണ്ട്, ലോവറും ഉണ്ട്. അപ്പർ ആണെങ്കിൽ നോസും ത്രോട്ടും സൈനസും, ലോവർ ആണെങ്കിൽ ബ്രോങ്ക്യൂൾസും ആൽവിയോളെയാണ് ബാധിക്കുന്നത്. ഇത് മറന്നു പോകരുത്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പോകരുത്.
ആൻഡ് കോസേറ്റീവ് ഏജന്റ് പറയുവാണെങ്കിൽ ബോർഡല്ല പ്രിട്ടോസിസ്, സി ഡിഫ്തീരിയ, എച്ച് ഇൻഫ്ലുവൻസ. കണ്ടോ, അപ്പം ഈ ഇൻഫ്ലുവൻസയ്ക്കൊക്കെ നമുക്ക് ഈ സെയിം സാധനം എഴുതാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് മറന്നു പോകരുത്. വൈറലാണെങ്കിൽ അഡിനോ വൈറസ്, റൈനോ വൈറസ്, ഇൻഫ്ലുവൻസ വൈറസ്, കൊറോണ വൈറസ്, അതിനും ഇത് എഴുതാൻ പറ്റും. അപ്പം രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്ത് എഴുതാനായിട്ട് മറന്നു പോകരുത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കോമൺ ആണ്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എയർബോൺ ഡ്രോപ്ലെറ്റ്സും ഡിറക്റ്റും ആണുള്ളത്. അപ്പർ ആണെങ്കിൽ കോമൺ കോൾഡ്, ഹെഡ് ഏക്ക്, സോർ ത്രോട്ട്, സ്നീസിങ്, മസിലേക്ക് ആണ് കൂടുതൽ ഉണ്ടാവുക. ലോവർ ആണെങ്കിൽ സിവിയർ കഫ്, ബ്രെത്ത്നെസ്, ചെസ്റ്റ് ടൈറ്റ്നസ് ഉണ്ടാവും. പ്രിവെൻഷനും കൺട്രോളും നമ്മൾ സെയിം പഠിച്ചത് തന്നെ. വീട്ടിലിരിക്കുക, ചുമയ്ക്കുമ്പോൾ മൂക്കും ഇതും വായും പൊത്തി വെക്കുക. ഡയഗ്നോസ് ത്രോട്ട് സോബ് ചെയ്യാം, എക്സ്റേ ചെയ്യാം, സി ടി സ്കാൻ ചെയ്യാം. പിന്നെ ആന്റിബയോട്ടിക്സ്, ഇപ്പോൾ ബാക്ടീരിയൽ ആണെങ്കിൽ ആന്റിബയോട്ടിക്സ്, വൈറലാണെങ്കിൽ ആന്റിവൈറൽ ഡ്രഗ്സ് നമുക്ക് കൊടുക്കാന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് മലേറിയ ആണ്. ഇവിടെ ഇന്റർമിറ്റന്റ് ആൻഡ് റിമിറ്റന്റ് ഫീവർ കോസ് ബൈ പ്രോട്ടോസോൻ പാരസൈറ്റ് ഇൻവേർട്ടിംഗ് RBC ട്രാൻസ്മിഷൻ ബൈ മൊസ്കിറ്റോ. സോ ഇവിടെ നിങ്ങൾ മലേറിയയുടെ ട്രാൻസ്മിഷൻ ഒന്ന് പഠിച്ചിരിക്കണം. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ 10 മാർക്കിന് ചോദിക്കുവാണെങ്കിൽ അത് ഫുൾ എഴുതേണ്ടി വരും. സോ മലേറിയ ട്രാൻസ്മിഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. സോ ഞാൻ നോട്ട് ഇട്ടേക്കാം, നിങ്ങൾ നോട്ട് നോക്കി പഠിച്ചോളാം. സോ പ്രോട്ടോസോൻ പാരസൈറ്റ്സ് നമ്മുടെ RBC പോയിട്ട് അറിയില്ല, ലിവറിൽ ചെന്ന് RBC ലൊക്കേറ്റ് ചെയ്ത് റപ്ചറായി അവിടെ നിന്ന് പിന്നെ അതിൻ്റെ ഗെമേറ്റ്സ് ഉണ്ടായി, പിന്നെ വീണ്ടും അത് ഫെർട്ടിലൈസ് ചെയ്യുന്നത്. അത് ഹ്യൂമനെ ഒരു ഹോസ്റ്റായിട്ട് യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ അത് മുമ്പോട്ട് റീപ്രൊഡക്ഷൻ നടത്തുന്ന രീതിയാണ്. അസെക്ഷലും ഉണ്ട്, സെക്ഷലും ഉണ്ട്. സോ അസെക്ഷൽ ആണെങ്കിൽ ഇതും, സെക്ഷൽ ആണെങ്കിൽ ബോഡിയിലും അങ്ങനെയാണ് നടക്കുന്നത്. പ്രോസസ് നിങ്ങൾക്ക് അറിയാലോ അല്ലേ. സോ നെക്സ്റ്റ് കൊസേറ്റീവ് ബൈ പ്ലാസ്മോഡിയം സ്പീഷീസ് ആണ്. ഫാൽസിപ്പാരം, വൈവാക്സ്, ഒവേലെ, മലേറിയ. ഭയങ്കര എളുപ്പമാണ് ഈ പേര് പഠിക്കാൻ വേണ്ടി. ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണ് പകർത്തുന്നത്. സോ മൊസ്കിറ്റോ ബൈറ്റ്, ട്രാൻസ്ഫ്യൂഷൻ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, പിന്നെ മദർ ടു ചൈൽഡ് ഒക്കെയാണ് കൂടുതലായി ട്രാൻസ്മിറ്റ് ആവുന്നത്. ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന ബ്ലഡ് സ്മിയറും RBT, റാപ്പിഡ് ഡയഗ്നോസ് ടെസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. കോംപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ, ബ്രെത്ത് പ്രോബ്ലം ഉണ്ടാവും, ലിവർ ഫെയിലർ, ലിവറിനെയാണ് ബാധിക്കുന്നത്, ലിവർ ഫെയിലർ ഉണ്ടാവും, ജോണ്ടിസ് ഉണ്ടാവും, ഷോക്ക്, ഡീഹൈഡ്രേഷൻ, സ്പ്ലെനിക് റപ്ചർ ഒക്കെ ഉണ്ടാവും കേട്ടോ. കാര്യം ഇതെല്ലാം നമ്മളെ നല്ലപോലെ ബാധിക്കുന്നതാണ് മലേറിയ. മറന്നു പോകരുത്, മറ്റത് പഠിക്കണം കേട്ടോ. എന്തെങ്കിലും പ്രോസസ്സ് പഠിക്കണം, ഞാൻ ഇട്ടേക്കാം കേട്ടോ. സോ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പറയുവാണെങ്കിൽ ഇൻസെക്ടിസൈഡ് ട്രീറ്റ്മെന്റ്, നെറ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പ്രൊട്ടക്റ്റീവ് ക്ലോത്ത്സ്, ഫുൾ കൈയിടുക എന്നുള്ളതാണ്. ആൻഡ് ഇൻസെന്റ് റെപ്പലന്റ് ഉപയോഗിക്കാം. ട്രീറ്റ്മെന്റ് പറയുവാണെങ്കിൽ ACTS ആണ്. അത് ആർട്ടിമിനിസിക് ബേസിക് കോമ്പിനേഷൻ തെറാപ്പിയാണ്. ക്ലോറോക്വിൻ അറിയില്ല, നിങ്ങൾ ക്ലോറോക്വിൻ പഠിച്ചിട്ടുണ്ടായിരിക്കും. ക്ലോറോക്വിൻ ഒക്കെയാണ് അതിൽ ആഡ് ആയിട്ടുള്ളത്. ഇനി ക്ലോറോക്വിൻ റെസിസ്റ്റന്റ് ആവുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പൊ ചില സ്ട്രെയിനുകളിൽ ക്ലോറോക്വിൻ റെസിസ്റ്റന്റ് ആണ് എന്നുണ്ടെങ്കിൽ ആർട്ടിമിത്തർ, ലുമിഫാൻഡറിൻ ആൻഡ് വേറെ ഉണ്ട് ആർട്ടിസുനൈറ്റ്, മെഫ്ലോക്വിൻ ആണ്. ഇതിന്റെ പേരൊക്കെ പഠിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ എക്സാം കഴിയും. അതാണ് ഇതിന്റെ അവസ്ഥ. സോ നെക്സ്റ്റ് വൺ ഈസ് ചിക്കൻ ഗുനിയ. സോ പണ്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു ചിക്കൻ എടുക്കാൻ വേണ്ടി കുനിഞ്ഞപ്പോൾ കിട്ടിയതാണ് ചിക്കൻ ഗുനിക. നമ്മുടെയൊക്കെ 8ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും ഒക്കെ ഭയങ്കര സിഗ്ന ചിക്കൻ ഗുനിക. വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. RNA വൈറസ് ആണ്, അൽഫ വൈറസ് ജനസ് ആണ് വരിക. ടൊഗ വിറഡിയ ഫാമിലി ആണ്. ആദ്യമായി ഐസൊലേറ്റ് 1953 ടാൻസാനിയയിലാണ് ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ട്രാൻസ്മിറ്റ് ബൈ അഡിനിസ് ഈജിപ്റ്റി ആൻഡ് ഏഡിസ് അൽബോപിക്ടസ് മൊസ്കിറ്റോ. സോ ഏഡിസോ അല്ലെങ്കിൽ അഡീസോ എന്തെങ്കിലും പറഞ്ഞോളൂ, ഏഡിസ് ആണ്, ഏഡിസ് മൊസ്കിറ്റോസ് ആണ്. സോ സയൻസ് ആൻഡ് സിംറ്റം പറയുവാണെങ്കിൽ 40 ഡിഗ്രി ഹൈ ഫീവർ ആയിരിക്കും, ഭയങ്കര പനി, വിറയലൊക്കെ ഉണ്ടാവും, ഭയങ്കര ജോയിന്റ് പെയിനും സ്വെല്ലിങ്ങും ഒക്കെ ഉണ്ടായിരിക്കും, റാഷസ് ഒക്കെ ഉണ്ടായിരിക്കും. പ്രിവെൻഷൻ പറയുവാണെങ്കിൽ ഇൻസെക്ട് റിപ്പലന്റ് യൂസ് ചെയ്യുക, പ്രൊട്ടക്റ്റീവ് ക്ലോത്ത്സ്, വിൻഡോ ഒക്കെ കവർ ചെയ്യുക എന്നുള്ളതാണ്. ഡയഗ്നോസ്റ്റിക്സ് ELISA, RT-PCR ആണ്. ട്രീറ്റ്മെന്റ് പറയുവാണെങ്കിൽ സിംറ്റമാറ്റിക് ആണ്. നിങ്ങൾക്ക് വേദന ഉണ്ടെങ്കിൽ വേദനയ്ക്കുള്ളത്, പനിക്കുണ്ടെങ്കിൽ പനിക്ക്, വെള്ളമാണെങ്കിൽ ഹൈഡ്രേഷൻ കൊടുക്കുക, അങ്ങനെയുള്ള പരിപാടി മാത്രം നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് വാക്സിൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഡെങ്കു ആണെങ്കിൽ ഡെങ്കു വൈറസിന് പലതരമുണ്ട്. ഡെങ്കു V1, 2, 3, 4 എന്നുള്ള രീതിയിലുണ്ട്. എല്ലാം ഫ്ലാവിറിഡൈൻ ഫാമിലിയാണ്. സോ ട്രാൻസ്മിറ്റ് ബൈ ഈഡിസ് ഈജിപ്റ്റി മൊസ്കിറ്റോ തന്നെയാണ്. ഹൈ ഫീവർ ആയിരിക്കും, ഹെഡ് ഏക്ക്, കണ്ണ് ഭയങ്കര വേദന, കണ്ണിന്റെ ബാക്കൊക്കെ ഭയങ്കര വേണ്ട തോന്നും, മസിൽ ജോയിന്റ് പെയിൻ ഉണ്ടാവും, ഫെറ്റീഗ്, സോർ ത്രോട്ട് ഒക്കെ ഉണ്ടായിരിക്കും. കോംപ്ലിക്കേഷൻ പറയുകയാണെങ്കിൽ ബ്രെയിൻ ഡാമേജും ലിവർ ഫെയിലറും ഭയങ്കര സംഭവമാണ്. അവസാനം ഡെത്തൊക്കെ പോകും, സീഷറൊക്കെ വരും കേട്ടോ. ബ്രെയിൻ ഡാമേജ് വന്നു കഴിഞ്ഞാൽ സംഭവിക്കുക, സീഷറൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഡയഗ്നോസ്റ്റിക് ആണെങ്കിൽ CBC ചെയ്യണം, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ചെയ്യണം. IgM ടെസ്റ്റ് ഉണ്ട് ഡെങ്കുവിന് വേണ്ടി, വൈറൽ ആന്റിജൻ ടെസ്റ്റ് ഉണ്ട്. പ്രിവെൻഷൻ സെയിം തന്നെ, നമ്മൾ ബ്രീഡിംഗ് ഒഴിവാക്കുക, വെള്ളം കെട്ടിക്കിടക്കുന്ന ഒഴിവാക്കുക, ആന്റിവൈറൽ ട്രീറ്റ്മെന്റ് കൊടുക്കുക, മൊസ്കിൻ റിപ്പലന്റ് ഉപയോഗിക്കുക, നെറ്റ്സുകൾ യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് ലിംഫാറ്റിക് ഫിലാരിയാസിസ്, അതായത് എലിഫന്റിയാസിസ് എന്നാണ് പറയുക, കാല് വീർക്കില്ല, ആ ഒരു പരിപാടിയാണ്. ഇതിനെല്ലാം മൊസ്കിറ്റോയുടെ സെയിം സാധനം എടുത്തുകൊള്ളു കേട്ടോ. ഞാൻ ഈ മൊസ്കിറ്റോയുമായി ബന്ധപ്പെടുന്ന ജനറൽ ഞാൻ ആഡ് ചെയ്തിരിക്കാം. സോ വുഖേറിയ ബാങ്ക്രോഫ്റ്റി 95% ഇത് ഈ ഒരു മൊസ്കിറ്റോ കാരണമാണ്. പിന്നെ ബ്രുഗിയ മലയ്യ, ബ്രുഗിയ ടിമോറി ഒക്കെ ഉണ്ട്. സോ മൊസ്കിറ്റോ ബൈ ക്യൂലക്സ് അനോഫിലസ് ഈഡിസ്, ക്യൂലക്സ് ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക കേട്ടോ, മൊസ്കിറ്റോ ഏറ്റവും കൂടുതൽ പകർത്തുന്നത്.
സിംറ്റം പറയുവാണെങ്കിൽ ഭയങ്കരമായിട്ട് കാല് സ്വെല്ല് ചെയ്യുക, ലിംഫ് ഡക്റ്റ് ബ്ലോക്കായി പോവുക, പിന്നെ തിക്കനിങ് ആവുക, ഫെബ്രോട്ടിക് സ്കിന്നൊക്കെ, പിന്നെ സ്കിന്ന് അൾസറേഷൻ ഉണ്ടാവുക, അതൊക്കെയാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. പ്രിവെൻഷൻ പറയുവാണെങ്കിൽ മൊസ്കിറ്റോ കൺട്രോൾ ആണ്. ഇതെല്ലാം സെയിം ആണ്, കണ്ടോ, എല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതാൻ പറ്റും. അപ്പോൾ ഈ മൊസ്കിറ്റോയുമായി ബന്ധപ്പെട്ട എല്ലാ സംഭവത്തിൻ്റെ എന്ത് ചെയ്യാം, ഞാൻ പ്രോപ്പർ ആയിട്ടുള്ളതിൻ്റെ ഞാൻ കൊടുത്തേക്കാം, ഒരു ജനറൽ ഫോർമാറ്റ് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ അത് തന്നെ നോക്കിയാൽ മാത്രം മതിയായിരിക്കും. പറയുവാണെങ്കിൽ സെയിം ആണ്, മൊസ്കിറ്റോ കൺട്രോൾ കൊടുക്കുക, പിന്നെ അത് മാത്രമല്ല നെറ്റ് ഉപയോഗിക്കുക, പിന്നെ ആൽബൻഡസോൾ, ഐവർമെക്റ്റിൻ പോലുള്ള മെഡിസിൻ കൊടുക്കുക. ഇവിടെയാണ് നമ്മൾ കൂടുതൽ മന്തിന്റെ പരിപാടിക്ക് വേണ്ടി നമ്മൾ കൊടുക്കാറുള്ളത്. പ്രിവെൻഷൻ പ്രോഗ്രാംസ് ഉണ്ടല്ലോ, അത് നമുക്ക് വേണമെങ്കിൽ എഴുതാം, പക്ഷേ ബേസിക്കലി നമുക്കവിടെ ആവശ്യമില്ല, നമുക്ക് ഡിസീസ് മാത്രം ചോദിക്കുന്നതുകൊണ്ട് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ന്യൂമോണിയ ആണ്. ഇവിടെ ലങ് ഇൻഫെക്ഷൻ ആണ് ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ, ഇൻഫ്ലമേഷൻ ആണ്, ഫ്ലൂയിഡ് ഒക്കെ അക്യുമുലേറ്റ് ചെയ്യും. ബാക്ടീരിയ, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, എച്ച് ഇൻഫ്ലുവൻസ, വൈറസ് എല്ലാം സെയിം, മറ്റടുത്ത് പഠിച്ച സെയിം തന്നെയാണ് ഇവിടെയും വരിക. സോ ടൈപ്പ് കമ്മ്യൂണിറ്റി അക്വേർഡ് ന്യൂമോണിയ, ഹോസ്പിറ്റൽ അക്വേർഡ് ന്യൂമോണിയ, വെന്റിലേഷൻ ന്യൂമോണിയ. ഇത് ക്ലാസിഫിക്കേഷൻ പഠിക്കണം, CAP, HAP, VAP. സോ കമ്മ്യൂണിറ്റി മീൻസ് ഒരു കമ്മ്യൂണിറ്റി ഓഫ് പോപ്പുലേഷൻ. പിന്നെ ഹോസ്പിറ്റലിൽ കുറെ ആൾക്കാർ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു പ്രത്യേക അസുഖം വരുമ്പോൾ, സീസണിൽ വരുമ്പോൾ അസുഖം കാരണം പണി കിട്ടുന്ന കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് വെന്റിലേറ്റർ അസോസിയേറ്റ്. ഇപ്പോൾ വെന്റിലേറ്റേഴ്സ് ഒക്കെ കോമൺലി ഒക്കെ യൂസ് ചെയ്യില്ല അങ്ങനെ. പിന്നെ ആസ്പിറേഷൻ ന്യൂമോണിയ, ഇവിടെ ഫുഡും ലിക്വിഡ്സും വഴി. സിംറ്റം കഫ്, ഫീവർ, ചെസ്റ്റ് പെയിൻ ഒക്കെ തന്നെയാണ്. ഡയഗ്നോസിസ് ചെസ്റ്റ് എക്സ്റേ, സ്പൂട്ടം കൾച്ചർ, ബ്ലഡ് ടെസ്റ്റ് ആണ്. കോംപ്ലിക്കേഷൻ ഉണ്ടോ, ലങ്സിൽ അബ്സസ് ഉണ്ടാകും, ARDS ഉണ്ടാകും, MYSema, റെസ്പിറേറ്ററി ഫെയിലിയർ, ശ്വാസമൊക്കെ ഭയങ്കരമായിട്ട് മുട്ടി ഒരു പരുവോ. പ്രിവെൻഷൻ സ്മോക്കിംഗ് കുറയ്ക്കുക, ഹാൻഡ് ഹൈജീൻ, വാക്സിനേഷൻ ഉണ്ട് നമുക്ക്, വാക്സിൻ 23, ഫ്ലൂ വാക്സിൻ, ഹിപ്പ് വാക്സിൻ ഒക്കെ ഉണ്ട്. ആൻറ്റിബയോട്ടിക്സ് ആണ് കൂടുതൽ നമ്മൾ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഹൈപ്പർ ടെൻഷൻ, ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യമാണ്, അതുകൊണ്ട് ഞാൻ അധികം നോട്ട് കൊടുക്കാത്തത്. പ്രൈമറി നമുക്കറിയാമല്ലോ, അത് നമ്മൾ നോർമൽ BP എത്രയാണ്, 120/80 ആണ്, mmHg ആണ്. സോ 140 mmനേക്കാൾ കൂടുകയും അല്ലെങ്കിൽ 90ക്കാളും കൂടുവാണെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ആണ്. സോ പ്രൈമറി ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, അതായത് നമുക്ക് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ നോൺ കേസ്, നമുക്ക് അറിയില്ല എന്തുകൊണ്ടാണ് വരുന്നത്, നമുക്ക് അറിയില്ല. സെക്കൻഡറി ആണെങ്കിൽ അണ്ടർലൈൻ കണ്ടീഷൻ ആയിരിക്കും, എന്തെങ്കിലും കാരണത്താൽ വരുന്നതാണ് നമുക്ക് എന്ത് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. സിംറ്റം ഡിസ്നസ്, വിഷൻ പ്രോബ്ലം, നോസ് ബ്ലീഡിംഗ്, പാൽപിറ്റേഷൻ, ബ്രെത്ത്ലെസ് ആണ്. പ്രിവെൻഷൻ ആണെങ്കിൽ പ്രോപ്പർ ഡയറ്റ് എടുക്കുക, എക്സസൈസ് എടുക്കുക, വെയിറ്റ് കൺട്രോൾ, സ്ട്രെസ് മാനേജ്മെന്റ്. ട്രീറ്റ്മെന്റ് ആണെങ്കിൽ ബീറ്റ ബ്ലോക്കേഴ്സ്, ഡയൂററ്റിക്സ്, AC ഇൻഹിബിറ്റേഴ്സ്, ARBS, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്. സോ ഹൈപ്പർ ടെൻഷൻ കൊടുക്കാത്തത് നിങ്ങൾ ഫാർമക്കോളജി പഠിക്കുന്നുണ്ട്, അനാട്ടമി ഫിസിയോളജി പഠിക്കുന്നുണ്ട്, എല്ലായിടവും നിങ്ങൾ ഈ ഹൈപ്പർ ടെൻഷൻ പഠിച്ചിട്ട് വരുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഞാൻ അധികം നോട്ട് കൊടുക്കാതെ നമ്മുടെ റെഫറൻസ് നോട്ടിൽ നോക്കി വേണം ഇത് പഠിക്കാൻ കേട്ടോ. നോക്കുമ്പോൾ മനസ്സിലാവും. ഡയബറ്റീസും അങ്ങനെ തന്നെ, ടൈപ്പ് 1, ടൈപ്പ് 2 ആണ്. ടൈപ്പ് 1 ആണെങ്കിൽ ബീറ്റ സെൽസ് ഡിസ്ട്രക്ട് ചെയ്യുന്നത് കൊണ്ടോ ഇൻസുലിൻ ഡിപ്പെൻഡ് കാരണമാണ്. ടൈപ്പ് 2 ആണെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസും ലൈഫ് സ്റ്റൈൽ റിലേറ്റഡും ആണ്. പിന്നെ ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ട്, അതായത് നമുക്ക് പ്രഗ്നൻസി ആയിരിക്കുമ്പോൾ ഹൈ ബ്ലഡ് ഷുഗർ വരാറുണ്ട്. എക്സൈറ്റൽ ദാഹം വരിക, യൂറിനേറ്റ് ചെയ്യുക, വെയിറ്റ് പെട്ടെന്ന് കുറയുക, തളർച്ച വരിക, കാഴ്ചക്ക് മങ്ങം വരിക, പിന്നെ നമ്മൾ വൂണ്ടൊക്കെ അല്ലെങ്കിൽ മുറിവുകളൊക്കെ പയ്യെ ഹീലാവത്തുള്ളൂ. ഇതൊക്കെയാണ് കാരണങ്ങൾ. റിസ്ക് ഫാക്ടേഴ്സ് പറയുവാണെങ്കിൽ അച്ഛനും അമ്മയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരും. വണ്ണം ഉണ്ട്, അല്ലെങ്കിൽ പുവർ ഡയറ്റ് ആണ്, സ്ട്രെസ് നല്ലതുപോലെ ഉണ്ട്, ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും വരാം എന്നുള്ളതാണ് കേട്ടോ. സോ ഡയഗ്നോസിസ് പറയുവാണെങ്കിൽ FBS, നമ്മൾ അതാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ നോക്കാം. HbA1c നോക്കുവാണെങ്കിൽ 3 മാസത്തിനുള്ള ഒരു ആവറേജ് നമുക്ക് കിട്ടും, നമുക്ക് കറക്റ്റ് അറിയാനും പറ്റും. ആൻഡ് യൂറിൻ ഷുഗർ ടെസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം എന്നുള്ളതാണ് കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഞാൻ മൊസ്കിറ്റോന്റെ കോമൺ കൊടുക്കും, ആൻഡ് കമ്മ്യൂണിക്കേബിളിന് ഞാൻ നോർമലി കോമൺ കൊടുക്കും കേട്ടോ. അതിനുള്ള നോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾ അത് നോക്കി എന്തായാലും പഠിക്കുക. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.